മമ്മൂട്ടി മോഹൻലാലിനെ എടുത്തു കഴിഞ്ഞാൽ ഈ ശിവകാശി ദൈവങ്ങളുടെ കലണ്ടറിൻ്റെ ബാക്കിൽ ഒരു ഹാലോ കാണുമല്ലോ, അതുള്ളവരാണ്. അവർക്കറിയില്ല മമ്മൂട്ടിക്കുണ്ട് മോഹൻലാൽ രണ്ടുപേരും വളരെ പോസിറ്റീവാണ്. ഒരാൾ ദേഷ്യപ്പെടും, കാര്യങ്ങൾ പറയും, പക്ഷേ ശുദ്ധ ഹൃദയമാണ്. മോഹൻലാലാണെങ്കിൽ ജീവിതത്തിൽ ഒരാളുടെ ഒന്നും വഴക്ക് പറയാതെ ദേഷ്യമില്ല. ഞാൻ ചോദിക്കും, നിങ്ങൾക്കൊന്നും വഴക്ക് പറയില്ല, ദേഷ്യം വന്നിട്ട് പറയും. നമുക്കാരെയും അങ്ങനെ വാക്കുകൊണ്ട് പോലും പീഡിപ്പിക്കാൻ അവകാശമില്ല. നമ്മളൊരാളിനെ വഴക്ക് പറയാൻ പാടില്ല. അത് അങ്ങനത്തെ പ്രിൻസിപ്പൽ. എനിക്കൊക്കെ പെട്ടെന്ന് ക്ഷിപ്രകോപിയാണ്, മൂക്കിൽ തുമ്പ് പെട്ടെന്ന് പറയും, പിന്നെ വിഷമം തോന്നും, മാറ്റും ഒക്കെ ഉണ്ട്. മോഹൻലാൽ ദേഷ്യപ്പെട്ട് കണ്ടിട്ടേ ഇല്ല. ഞാൻ കണ്ടിട്ടില്ല. ആകപ്പാടെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടുള്ളത് അമേരിക്കയിൽ വെച്ച് അക്കരെ എന്നൊരു പടം. അപ്പോൾ അതിന് നമ്മൾ ഏതൊരു ഹൂസ്റ്റണിൽ ഏതൊരു സ്ഥലത്ത് വന്നിട്ട് അവിടെ ഒരു എൻ്റെ ഫുഡ് ഷോപ്പുണ്ട്, അവിടെ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചോളാം. അങ്ങനെ ഞാനൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഈ ഹോട്ട് ഡോഗ് പോലത്തെ സാധനം 2 ഞാൻ പൊതിഞ്ഞ് വെച്ചു. ഒരു മണിയായപ്പോഴും ഇങ്ങനെ നിൽപ്പുണ്ട് പാർവതിയുടെ അമ്മ. കണ്ടില്ലല്ലോ, ഫുഡ് വന്നില്ല, എവിടുന്നോ കൊണ്ടുവന്നു. മണി 1:30 ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടില്ല. കണ്ണും അങ്ങനെ ഒരു പാട്ടെന്തോ എടുക്കണം പാർവതി മോഹൻലാലായിട്ട്. അപ്പോൾ വിശന്ന് പാർവതിയുടെ കണ്ണ് ഇത്ര ഉണ്ട്, നിറയുമ്പോൾ അതിനകത്ത് 1 ലിറ്റർ വെള്ളം കൊടുക്കും. അവരിങ്ങനെ കണ്ണ് നിറഞ്ഞിട്ട് വിശപ്പ് സഹിക്കാൻ വയ്യ, ഒട്ടും വയ്യ. എൻ്റെ അടുത്ത് സാധനമുണ്ട്, ഇത് കഴിയും. അങ്ങനെ പാർവതി അമ്മയെ അത് കഴിച്ചു. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മോഹൻലാൽ ഇവിടെ നമുക്ക് ആ ഫുഡ് കഴിക്കാൻ എടുക്കും. ഞാൻ പറഞ്ഞിങ്ങനെ വിശന്ന് അവരെ കണ്ണൊക്കെ ഞാൻ എടുത്ത് കൊടുത്തു. ഓക്കെ, പുള്ളി നടന്നുപോയി. അന്ന് ഫുഡ് വന്ന് പ്രൊഡക്ഷനിൽ പുള്ളി കഴിച്ചില്ല. ഇല്ല, അത് കഴിച്ചാൽ എനിക്ക് ദേഷ്യം വരും. എൻ്റെ ദേഷ്യം ഞാൻ സ്വയം കൺട്രോൾ ചെയ്യും. അന്നത്തെ ഒരു സിനിമ ലോകവും ഇന്നത്തെ ഒരു സിനിമ ലോകവും ആസ് എൻ ആർട്ടിസ്റ്റ് എന്ത് വ്യത്യാസമാണ് തോന്നുന്നത്? യു വർക്ക്ഡ് ഇൻ അന്നത്തെ സെറ്റുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്നത്തെ സെറ്റുകളിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വ്യത്യാസം അന്ന് ക്യാരവനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു ഷോട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇരുന്ന് രസകരമായിട്ട് സംസാരിക്കും. ഇത് ഓരോരുത്തരും ഒരു ഷോട്ട് കഴിഞ്ഞു തന്നെ ലൈറ്റപ്പിന് 10 മിനിറ്റ് എടുക്കുമ്പോൾ ടിങ് 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 ഓരോരുത്തരും അവരവരുടെ ക്യാരവനിൽ പോയി അവരവരുടെ പേഴ്സണൽ ലൈഫാണ് അവരുടെ. നമ്മളായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞില്ലേ, നമ്മളൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മുടെ മെയിൻ ഇത് സിനിമയാണ്. സിനിമ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈ ഭാഗ്യങ്ങളുണ്ടായതും എല്ലാം ഉണ്ടായത്. സിനിമ ഇല്ലെങ്കിൽ ഇല്ല. അതുകൊണ്ട് അതിനെ എപ്പോഴും ബഹുമാനിക്കുകയും അതിൻ്റെ വർക്കിനെ ബഹുമാനിക്കുകയും അതിൽ പെരുമാറുന്നത്. ഇപ്പോൾ ചെയ്യുന്നവരങ്ങനെയല്ല. പലപ്പോഴും എൻ്റെ അടുത്ത് റെക്കോർഡിസ്റ്റ് പറയുന്നു, അകത്തിരുന്ന് മൈക്കിൽ കൂടെ കേൾക്കാം. ഞാനിപ്പോൾ പുതിയ BMW വെച്ചിട്ട്, പക്ഷേ അല്ല മറ്റേ കാറുണ്ടല്ലോ, ലംബോർഗിനിയാണ് എൻ്റെ താല്പര്യം. ഇവർ വളരെ ബിസിനസ്സാണ്, വളരെ അങ്ങനെയൊക്കെ അംബീഷ്യസ് ആയിട്ട് സംസാരിക്കും. പക്ഷേ നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയാത്തത്, ഞാൻ ഇപ്പോൾ ഒരു പടത്തിൽ ചെയ്തു കേട്ടോ, ഞാൻ അതിനകത്തൊരു സീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇന്ന സീൻ. അപ്പോൾ മറ്റേ ആൾ പറയും, ഞാനൊരു ഗ്യാരണ്ടി ഇന്നാരുടെ പടത്തിൽ ഇന്ന വേഷം വന്നിട്ട് അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധങ്ങൾ വളരെ കുറവാണ്. നമ്മുടെയൊക്കെ ഭയങ്കര സിൻസിയറും കാര്യങ്ങളും. ഇപ്പോൾ എനിക്ക് സുഖമില്ലാതായപ്പോഴും എന്നെ കാണാൻ ഓടിയെത്തിയത് മോഹൻലാൽ മുന്നോട്ട്. ഞാൻ പറഞ്ഞില്ല, അത് ആ പഴയ കാലത്ത് അവരുടെ ബന്ധങ്ങൾ. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ആ ഒരു സംഭവം കുറവാണെന്ന്. കാര്യം കുട്ടികളൊക്കെ നല്ല ഇൻ്റലിജൻ്റാണ്, ബ്രില്യൻ്റാണ്, ടാലൻറ്റഡാണ്, അവർ വളരെ ഹാർഡ് വർക്കിങ്ങുമാണ്. പക്ഷേ ഇതാണ് സംഭവം. നമ്മുടെ അന്നത്തെ കൂട്ടുള്ളൊരു ഐക്യമൊന്നും പുറത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അവർക്ക് ഈ പറഞ്ഞ ഒരു അധികം പേർക്ക് മുതിർന്നവരൊന്നും അറിയത്തുമില്ല, അറിഞ്ഞാലോട്ടോ അവർ മൈൻഡ് ചെയ്യത്തുമില്ല. സിനിമകളുടെ കാര്യത്തിൽ ഈ ഒരു മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ ഹലോ മൈ ഡിയർ റോങ് നമ്പർ ആണെങ്കിലും അതിന് പിന്നെ ബോയിങ് ആണെങ്കിലും ഈ പൂച്ചക്കൊരു മൂക്കുത്തി ആണെങ്കിലും അരംപ്ലസരം, ഈ മുഴുനീള പ്രേക്ഷകരെ രസിപ്പിക്കുന്ന പടങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്തരം സിനിമകൾ അധികം വരുന്നില്ല. അതാണ് ഞാൻ കാലം മാറുന്നതനുസരിച്ച് അവരിപ്പോൾ സബ്ജക്റ്റുകളും കാര്യങ്ങളും ഒക്കെ മാറി തുടങ്ങി. പിന്നെ ആൾക്കാരും എഡ്യൂക്കേറ്റഡായി. എന്താ പറയുക, പണ്ട് ഈ കാണുന്ന തിയേറ്ററിൽ വരുന്ന സിനിമയേ ഉള്ളൂ, ഓലപ്പുരയിലോ അല്ലെങ്കിൽ തിയേറ്ററിൽ വരുന്നത്. ഇപ്പോൾ അതല്ല, OTT കയറി കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫിലിംസ്, ഹിന്ദി ഫിലിംസ്, ഇന്ത്യയിൽ ഇറങ്ങുന്ന ആസാമീസ് പടങ്ങൾ, ഉഗ്രം പടങ്ങൾ, മറ്റ് ഭാഷകളിലുള്ള ഗുജറാത്തി ഫിലിംസ്, ഇതെല്ലാം നമ്മൾ കണ്ട് അവർ നല്ല സിനിമ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. അവരെ കണ്ണിൽ പൊടിയിടാൻ പറ്റില്ല, പറ്റിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എടുത്ത സിനിമകളിലെല്ലാം തമാശ ഉണ്ടെങ്കിലും ഒരു ആക്ഷൻ കോമഡി എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കോമഡിയുള്ള പടം എന്ന് പറഞ്ഞാൽ ചോട്ടാ മുംബൈയാണ്. അന്ന് മോഹൻലാലിൻ്റെ അഴിഞ്ഞാട്ടമാണ് ആ പടത്തിൽ, അത്രയും ഗംഭീരം. ആ പടമാണ് ഞാൻ ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. രാജമാണിക്യം മമ്മൂട്ടിയുടെ അന്നത്തെ എവർ സൂപ്പർ ഹിറ്റായിരുന്നു. അത് കഴിഞ്ഞാൽ ചോട്ടാ മുംബൈയാണ് വരുന്നത്. അതും ഹിറ്റാണ്. അൻവർ റഷീദിൻ്റെ 2 അൻവർ റഷീദ് ഡയറക്റ്റ് ചെയ്തത്. ഇപ്പോഴും ആൾക്കാർ, ഞാൻ ഉൾപ്പെടെയുള്ള തലമുറയൊക്കെ കണ്ട് ചിരിക്കുന്ന ഒരു സിനിമയാണ്. എന്നിട്ട് ഗണേശൻ്റെ മിനിസ്റ്റർ ഗണേഷ് കുമാറിൻ്റെ അമ്മ എൻ്റെ എപ്പോഴും പറയും,
എന്ത് ചെയ്യാനോ ഒരു പ്രശ്നമാണ്. മനസ്സിന് വിഷമം വരുമ്പോൾ ഞാൻ അപ്പോൾ ബോയിങ് ഇട്ട് കാണും. അന്ന് VHS ആണല്ലോ, അത് കാണാമായിരുന്നു. എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു പറയാമോ? ഈ ബോയിങ്ങിന് സംബന്ധിച്ച് ഈ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ശബ്ദം കേൾക്കണം, എന്നാലേ ശ്രീനിവാസൻ എഴുത്തു വരുള്ളൂ. അത് ശ്രീനിവാസൻ സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന പടമാണെങ്കിലും മാസങ്ങൾക്ക് മുമ്പ് സ്ക്രിപ്റ്റ് ചെയ്ത് പടം വരച്ച് അങ്ങനെയൊന്നുമില്ല. ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് ആർട്ടിസ്റ്റൊക്കെ മേക്കപ്പ് ഇട്ട് എപ്പോഴും ഓൺലൈൻ എഴുതും. സീൻ നമ്പർ 98 അത് ഇന്നിപ്പോൾ എടുക്കണം, ഇന്നിപ്പോൾ സീൻ നമ്പർ 78, 79 എടുക്കാം, ബാർ സീക്വൻസ് അല്ലേ, അത് എഴുതി തരാം. ഇന്ന് എടുക്കുന്നത് സീൻ നമ്പർ 98, 99 ക്ലൈമാക്സിൻ്റെ തൊട്ട് മുമ്പ് മറ്റേ വണ്ടി പോകണത്. ഓക്കെ, അങ്ങനെ എഴുതാം. അതൊരു പ്രത്യേക നാക്കുണ്ടെങ്കിൽ എഴുതാൻ പറ്റുള്ളൂ. സിനിമ എടുക്കാൻ പറ്റുന്നവർ ഈ പറഞ്ഞൊരു MT വാസുദേവൻ നായർ അല്ലെങ്കിൽ പത്മരാജൻ എന്ന് പറയുന്ന കൂട്ടത്തിൽ ശ്രീനിവാസിൻ്റെ സ്ക്രിപ്റ്റ് പഠിക്കണം, വായിക്കണം. ഇംപ്രൂവൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇംപ്രൂവൈസ് ചെയ്യുന്നത് എത്രത്തോളം ഉണ്ട് താങ്കൾ ഉൾപ്പെടെയുള്ള നടന്മാർ? പ്രത്യേകിച്ച് ഈ ബോയിങ്ങിൽ തന്നെ ഈ മോഹൻലാൽ ഇങ്ങനെ അടിക്കുമ്പോൾ താങ്കൾ ഇങ്ങനെ നിന്നങ്ങ് കറങ്ങി അല്ല, ഞാൻ പറയാം, അന്ന് നമ്മൾ ഈ ഡയറക്ടറിനും ഒരു ആക്ടിങ് ടാലൻ്റ് ഉണ്ടാവും, പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പം ഞാൻ ചെയ്ത തുടരും എന്നുള്ള സിനിമ അത് മലയാളത്തിലെ റെക്കോർഡാണ്, കളക്ഷൻ പേപ്പർ റെക്കോർഡാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ തരുൺ മൂർത്തി എന്നുള്ള ആൾ 16 വർഷത്തോളം കഥകളി പഠിച്ച ആളാണ്. അതുകൊണ്ട് വലിയ നടനാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ അയാൾ എൻ്റെ അടുത്തായാലും മോഹൻലാലിൻ്റെ അടുത്തായാലും പിന്നെ പുതിയതായിട്ട് അഭിനയിക്കാവുന്ന ആളായിരുന്നാലും വളരെ കൂളായിട്ട് ഒന്ന് ആക്ടിങ് പറഞ്ഞു. ഞാൻ അഭിനയിക്കുന്നവർ അഭിനയിക്കുക എന്ന് പറഞ്ഞു തരികയല്ല, നമ്മളിൽ നിന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നു. ആ പ്രിയനും അത് തന്നെയാണ്. ഇപ്പം ഞാൻ പറയാറുണ്ട്, വെള്ളാനങ്ങളുടെ നാടിൽ നമ്മുടെ താമരശ്ശേരി ചുരം എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് 8-10 ടേക്കായി, എല്ലാം 10 ടേക്കായിട്ട് ഒരു മാഗസിൻ തീർന്നു. അപ്പോൾ പ്രിയൻ ചേട്ടൻ പറഞ്ഞു, ഇത്രയും കഴിഞ്ഞു, എന്തും ചേട്ടൻ മൂടോട്ടാണ് രാവിലെ, എന്താണ് ചേട്ടൻ ഒന്ന് ഇളകി ചെയ്യട്ടെ, ഈ നിന്ന് പറയാം നമ്മുടെ താമരശ്ശേരി ചുരം അങ്ങനെ കൈയൊക്കെ എടുത്തൊന്ന് വിരിഞ്ഞ് ചെയ്യാൻ പറഞ്ഞു. ആ ടേക്കാണോ ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞോളൂ. പിന്നെ പ്രിയന് ഭയങ്കര ഈ പറഞ്ഞ മാതിരി ഈ കോമഡിക്ക് ഒരു അരത്തമേറ്റിക് ഉണ്ട്. അത് വ്യക്തമായിട്ട് അറിയാമെന്നുള്ള ഡയറക്ടർ മലയാളത്തിൽ പ്രിയദർശനിൻ്റെ വ്യക്തമാണ്. ഇപ്പോൾ അരമ്പളസായിട്ട് കാര്യം നമുക്കറിയില്ല എന്തിനാണ് ഒരു ബോൾ കൊള്ളുന്നത്, ഏതോ ഒരു ബോൾ വരുമ്പോൾ മിസ് ചെയ്യുന്നു, അത് ആർക്ക് കൊള്ളുന്നതെന്ന് അറിഞ്ഞൂടാ. പക്ഷേ പ്രിയൻ അത് എഡിറ്റ് ചെയ്ത് തരുമ്പം സുമാരി ചേച്ചി മിസ് ചെയ്യുന്നു, അത് എൻ്റെ മുഖത്ത് കൊള്ളുന്നു, അടുത്ത ബോൾ വരുമ്പോഴത്തേന് തട്ടി വിട്ടിട്ട് ഏത് സിനിമ തിരിയുമ്പോൾ ആ ബോളും തിരിച്ചടിക്കുന്നു. ഇതിനകത്ത് ഒരു അരത്തമാറ്റിക് ഉണ്ട്, സംഭവം ഒരു കൊറിയോഗ്രാഫി ഉണ്ട്. അത് പ്രിയനാണ് എൻ്റെ മിടുക്കൻ. ഈ താമരശ്ശേരി ചുരം പറഞ്ഞപ്പോഴാണ് അതിൽ താങ്കളുടെ തന്നെ ഒരു പപ്പുവിനോടുള്ള മറുപടി ഡയലോഗ് ഉണ്ടല്ലോ, മറ്റേ നീ സുലൈമാൻ അല്ല ഹനുമാൻ. ഇതൊക്കെ കൃത്യമായി എഴുതി വെക്കുന്ന സ്ക്രിപ്റ്റ് ആണോ ആ സമയത്ത് ഇംപ്രൂവൈസ് ചെയ്യുന്നത്? ഇതൊക്കെ ഇംപ്രൂവൈസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇതുപോലത്തെ ഡയലോഗ്സ് ഈ പഴയ മൂവീസിൽ, അതുപോലെ ആ ടാലന്റ്, ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ തരത്തിലുള്ള ടാലന്റഡ് ആൾക്കാർ, ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു ഇപ്പോഴും ആ സമയത്തെ ഡയലോഗ്സ് ആണ് പല കുട്ടികളും പറഞ്ഞു നടക്കുന്നത്. വടക്കൻ വീരഗാഥയിലേക്ക് ഇപ്പോഴും പലരും പറയാറുണ്ട്, ഓർക്കാറുണ്ട്. അപ്പൊ ഈ ഒരു വ്യത്യാസത്തിന് ഇപ്പോഴത്തെ അതുപോലെ ടാലന്റഡ് അല്ല ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഈ എന്താ പറയുക, നിവിൻ പോളി തന്നെ നമ്മുടെ ഞാനും ഉണ്ടല്ലോ ബാംഗ്ലൂർ ബേസിൽ എൻ്റെ സാറേ എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ എല്ലാവരും എടുക്കും പറയുന്നുണ്ട്. അതിനകത്ത് ട്രോളിനും ഇപ്പോൾ ആണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് പ്രചാരം തേടും. കാര്യം ഇൻസ്റ്റാഗ്രാമിലും അതും ഇതിലൊക്കെ പടപെടാന്ന് വരെയല്ലേ സംഭവം. പഴയ ഇടുന്നുണ്ട്, പഴയ വരുന്നുണ്ട് സംഭവം. ഇപ്പോൾ നമുക്ക് സജഷൻസ് പറയാം ഡയറക്റ്റ് പറയാം. ഇപ്പോൾ ഉദാഹരണം ഈ ബോയിങ്ങിൽ ഒരു വരി എനിക്കുണ്ട്, ചിത്തയുടെ വരിയാണ്. ചിലങ്ക കെട്ടി മോഹം പൂവണിയുമ്പം ഞാൻ കണ്ണടച്ച് ചെയ്തത് എങ്ങനെ ചെയ്തു, ചിലങ്ക കെട്ടി മോഹം ഇങ്ങനെ എടുത്തത് പ്രിയപ്പെട്ട വെരി ഗുഡ് അത് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് പറയാം, പറഞ്ഞ് ചെയ്യും. വേറൊരു കാര്യം കേട്ടിട്ടുള്ളത്, പ്രൊഡക്ഷൻ സമയത്ത് താങ്കളുടെ സെറ്റിലാണ് ഏറ്റവും നല്ല ഫുഡ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ വലിപ്പ ചെറുപ്പമില്ലാതെ ഇപ്പൊ ഒരു ഹീറോ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ആ സെറ്റിലുള്ള എല്ലാവർക്കും ജ്യൂസ് കിട്ടും. അത് ഞാൻ അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാര്യം ഞാൻ ഈ ശ്രീമന്തപുത്രനൊക്കെ അഭിനയിക്കുന്നിടത്ത് ഇവർക്കൊക്കെ പറഞ്ഞ ഒരു കൂടിയ ഫുഡ് ഹീറോസ് നമ്മൾക്ക് എന്തെങ്കിലും ഒരു കറി യൂണിറ്റുകാരെ കാണുമ്പോഴാണ് പാവം. ഒരു പൊതിയിൽ സാമ്പാർ സാദം അല്ലെങ്കിൽ ഒരു പൊതിയിൽ ടൊമാറ്റോ റൈസ്, തൈര് സാദം, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പ്രൊഡ്യൂസർ ആകുമെങ്കിൽ ചുമ്മാ സ്വപ്നം കണ്ട് എല്ലാവർക്കും ഒരേ ഫുഡ് കൊടുക്കണം. ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 15 ലക്ഷം രൂപ കൂടുതലായിരിക്കും, പക്ഷേ എല്ലാവരും സന്തോഷമായിട്ട് പോകും. അയാൾക്ക് കൊടുക്കുന്ന ഫുഡ്. മറ്റേത് അവർക്ക് സങ്കടം വരും. നമ്മുടെ മുമ്പ് കൂടെ ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും പോകുമ്പോൾ നമുക്ക് സാമ്പാർ മാത്രം തരുമ്പോൾ മനസ്സിൽ ഇപ്പരാകും. അപ്പോൾ നല്ല ഫുഡ് കൊടുക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം പല കമ്പനികളും അങ്ങനെ ചെയ്യുന്നുണ്ട്, അത് കൊടുത്തേ പറ്റുമോ. ഞാൻ അല്ലെങ്കിലും ഈ പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ വേദനകളിലൊന്നായിരുന്നു
ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ കഴിഞ്ഞ് ക്യാൻസറിൻ്റെ ചെയ്യേണ്ട സമയത്ത് പലപ്പോഴും ഫ്രണ്ട്സുമായിട്ട് ഫുഡ് കഴിക്കാൻ നേരത്ത് ഞാൻ ഒന്നീ കൈ കഴിയുമ്പോൾ അല്ലെങ്കിൽ ലാഗടിക്കുക എന്താ പറയുക ബില്ല് കൊടുക്കാൻ നിവൃത്തിയില്ല. അതിൻ്റെ ഇവർ കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ദൈവം എന്നെങ്കിലും എനിക്കിത് കൊടുക്കാൻ പറ്റില്ല ഇവരിനോട്. പിന്നെ ഞാൻ സിനിമയിലൊന്ന് രക്ഷപ്പെട്ടതിന് ശേഷം എൻ്റെ കൂടെ ആര് ഫുഡ് കഴിക്കാൻ വന്നാലും ശരി, മോഹൻലാൽ വന്നാലും ശരി, മനസ്സിലായി ഞാനേ പേ ചെയ്യത്തുള്ളൂ. അതെൻ്റെ ഒരു പ്രതികാരമാണ്. അന്നത്തെ കുറേ പേരെ ദ്രോഹിച്ചല്ലേ, അത് തന്നെ ഞാൻ ചെയ്യും. ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഭക്ഷണം നല്ല ഭക്ഷണമാണ്. എവിടെ ലോകത്ത് എവിടെ പോയാലും ചെയ്യണം. ഏറ്റവും നല്ല ഫുഡ് എന്താണ് അത് വാങ്ങിച്ച് കഴിക്കും. പാചകം ചെയ്യാനും ഇഷ്ടമാണ്. മോഹൻലാലും പാചകം ചെയ്യും. നമ്മൾ അങ്ങനെയുള്ള ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ അതൊക്കെ ചെയ്യുമായിരുന്നല്ലോ. ഇപ്പോഴും പക്ഷേ മോഹൻലാൽ വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ ഞാനൊരു സാധനം ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അത് ഇതൊക്കെ എടുത്തുകൊണ്ടിരുന്ന് ഉണ്ടാക്കുമ്പോൾ കോണ്ടിനെൻ്റൽ ഡിഷ് അല്ല ചിക്കൻ്റെ സംഭവം ഉണ്ടാക്കും. പുള്ളി നല്ല ഫുഡിൻ്റെ ആണ്. നല്ല രാത്രി ആയാലും വന്ന് നമുക്കൊന്ന് ഷെഫിൻ്റെ അടുത്ത് വിളിച്ചോട് ഇങ്ങനെ സ്റ്റൂവിൽ ഇത് ഇട്ട് അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കുക. അതാണ് പുള്ളി അതൊന്നും നോക്കത്തില്ല. പുള്ളി ടൈറ്റായിട്ടൊക്കെ ബോഡി വന്നാലും ശരിയില്ല, പുള്ളി ഭക്ഷണം കണ്ടാൽ കഴിക്കും. മമ്മൂട്ടി പക്ഷേ വളരെ കെയർഫുള്ളാണ്. ഈ പറഞ്ഞ മാതിരി നോക്കിയും കണ്ടുമൊക്കെ ഫുഡ് കഴിക്കുള്ളൂ. വളരെ ശരി നോക്കാം. അങ്ങനെയൊന്നുമില്ല, എന്ത് കിട്ടിയാലും കഴിക്കും. ടോട്ടലി രണ്ട് ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ആണല്ലോ മമ്മൂട്ടി മോഹൻലാലും. അവരെ അടുത്ത് നിന്ന് താങ്കൾ കണ്ടിട്ടുണ്ട്. ഒരു വർഷം സുഹൃത്ത് ബന്ധുവല്ലേ. അതെ. ഈ മമ്മൂട്ടിയുടെ വിജയത്തിന്റെ പുറകിൽ മമ്മൂട്ടിയുടെ ഒരു ഭയങ്കര കഠിനാധ്വാനവും ഒരുപാട് സാക്രിഫൈസസും ഉണ്ട്. മോഹൻലാലിൻ്റെ എന്നാൽ അങ്ങനെ സാക്രിഫൈസസ് ഉണ്ടെന്ന് നമുക്ക് പുറത്ത് സാക്രിഫൈസസ് ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഉദാഹരണം ഞാൻ പറയാം, ഈ മമ്മൂട്ടിയൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ രാത്രി 10 മണി കഴിഞ്ഞാൽ വീട്ടിൽ പോകും. മോഹൻലാൽ ഈ അഭിനയത്തിൻ്റെ കാര്യം തുടങ്ങിയ ശേഷം കണ്ടിന്യൂസ് പടങ്ങൾ, ഒരു പടം രാത്രി 12 മണിക്ക് തീർന്നാൽ രാവിലെ 6 മണിക്ക് വേറൊരു പടം നടക്കുകയും. അപ്പോൾ ഈ 2 കുട്ടികളും ബോർഡിങ്ങിൽ പഠിക്കുമ്പോൾ അവരെ കൈ വളരുന്നത്, കാല് വളരുന്നത്, മുടി വളരുന്നത് ഒന്നും പുള്ളി കണ്ടിട്ടില്ല. പുള്ളി ആ സമയത്തൊക്കെ സെറ്റിലാണ്. പുള്ളി വളർന്ന് അവർ വലിയ പൊസിഷനിൽ എത്തിയപ്പോൾ അവർ വലിയ രാജ്യങ്ങളിൽ പഠിക്കാനും പോയി. പക്ഷെ മമ്മൂട്ടി അങ്ങനെയല്ല, എല്ലാ ദിവസവും പിള്ളേരെ കാണും, പിള്ളേരടുത്ത് പോകും. അപ്പോൾ അതെല്ലാം പുള്ളി ഫാമിലി എന്നുള്ളത് തന്നെ ഫുൾ മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ടി നിൽക്കും. അപ്പോൾ ഈ കർണഭാരം എന്നുള്ള സാൻസ്ക്രിറ്റ് ഡ്രാമ ചെയ്യുമ്പോൾ പുള്ളി ആദ്യം ബുദ്ധിമുട്ടാണ് നടന്നത്, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു കവാലം നാരായണ സാറ് പറഞ്ഞു അത്രേ. അപ്പം ടി.കെ. രാജീവ്കുമാറിനോട് ചോദിച്ചു, ഞാൻ അഭിനയിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ബുക്കൊന്ന് നോക്കണം, ഞാൻ ഒന്ന് പറയട്ടെ എന്ന്. പുള്ളി അങ്ങേരുടെ ക്യാരക്ടർ മാത്രമല്ല മറ്റേ ക്യാരക്ടറും പറയുന്ന സംസ്കൃതം മുഴുവൻ ഒറ്റയടിക്ക് പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മെമ്മറി ഡ്രാമ ചെയ്തപ്പോഴും അവിടെ കുറേ സംസ്കൃത പണ്ഡിതന്മാർ റിഹേഴ്സൽ ചെയ്ത് വന്നു. ഇയാൾക്ക് ശരിക്കും സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം ഒരു പ്രൊണൗൺസിയേഷൻ മാറി അർത്ഥം മാറും സംസ്കൃതത്തിൽ. വളരെ കൃത്യമായിട്ട് ചെയ്തത് കാരണം. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് അത് കാണാൻ ഭാഗ്യം ഉണ്ടായില്ല. ബിക്കോസ് അത് ഡൽഹി മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം. അപ്പോൾ അങ്ങനെ ഞാൻ പറയില്ലേ, ഈ സിനിമ എന്ന് പറഞ്ഞാൽ ടയറിങ് ജോബ്. ഇപ്പോൾ തന്നെ നിങ്ങൾ തുടരുന്നുള്ള സിനിമ ഇത്രയും സൂപ്പറായിട്ടുണ്ട്. ഞാനൊക്കെ ഒരു 3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. 2-3 ദിവസങ്ങളിൽ വെളുപ്പിന് 6 മണി വരെ നിന്നിട്ടുണ്ട്. നൈറ്റ് നിൽക്കാൻ പറ്റാത്ത ആളാണ്, പക്ഷേ വേറെ വഴിയില്ല, തീർത്തുണ്ട്. പക്ഷേ മോഹൻലാൽ 70 ദിവസം പറഞ്ഞ ഇവിടെ 100 ദിവസമായപ്പോഴും എത്രയോ രാത്രി വെളുപ്പിന് 6 മണിക്ക് സൺലൈറ്റ് വന്നു ഒരു ഫൈറ്റൊക്കെ എടുത്തിട്ട് പോയിട്ട് വരും. ഈ തുടരുമിലെ വേഷത്തെ കുറിച്ച് കൂടെ പറയാം. കാരണം തുടരുമിലാണ് താങ്കളുടെ വളരെ നല്ല വേഷം, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കിൽ വരുന്നു. എങ്ങനെയാണ് ആ വേഷത്തിലേക്ക് എത്തുന്നത്? അല്ല, എൻ്റെ ആ സ്ക്രിപ്റ്റ് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ രഞ്ജിത്ത് കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പറയും എനിക്ക് അതിനകത്തൊരു വേഷമുണ്ട്. അത് തരുൺമൂർത്തി ഡയറക്റ്റ് ആയതിനു ശേഷം പുള്ളി പറഞ്ഞു. അപ്പോൾ തരുൺമൂർത്തി താടി ഉണ്ടെന്ന് ചോദിച്ചു. രഞ്ജിത്തൊന്നുമില്ല, എന്നാൽ താടി വളർത്താൻ പറയും. പുള്ളിയുടെ 10 ദിവസം കഴിഞ്ഞ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 10 ദിവസം ഞാൻ സെറ്റിൽ ചെന്ന് സ്ക്രിപ്റ്റ് വായിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു വളരെ, അന്ന് എനിക്ക് ഷൂട്ടിംഗ് ഇല്ല. ഞാൻ പറഞ്ഞു നൈറ്റേ ഉള്ളൂ. ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ മേക്കപ്പ് ചെയ്തു തരും. അങ്ങനെ ഞാൻ അതിന് നരയൊക്കെ ഇട്ട് ചെന്ന് പുള്ളി നോക്കിയിട്ട് പറഞ്ഞു ശരിയായില്ല, കുട്ടിച്ചനായില്ല, ലാലിൻ്റെ ഒരു ആശാനെ പോലെ നിൽക്കണ്ടേ, അപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കൂ. വട്ടം രക്ഷീത്ത് ഞാൻ ചെന്നാണ് പറഞ്ഞു പൊടിക്രാ പഠിക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ പറയാറ്, അല്ല സാർ വേറെ പടം, ഞാൻ വേറെ പടമൊന്നും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ മെഷീൻ വെച്ചിട്ട് പൊടിക്രാ പഠിച്ചു. അപ്പം ഈ പറഞ്ഞ ഒരു വെള്ളം പൊടിയുണ്ട്, കാര്യങ്ങൾ റെഡിയായി. അതിന് ടീഷർട്ട് മുണ്ട് കൊടുത്ത് തന്നപ്പോഴും പുള്ളി സെറ്റ് മുഴുവൻ കൈയടിച്ച് ഇതാണ് ഞങ്ങൾക്ക് വേണ്ട ക്യാരക്ടർ. അങ്ങനെയാണ് ഞാൻ ആ കഥാപാത്രത്തിലോട്ടിരിക്കുന്നത്. പ്രകാശ് വർമ്മ പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരുപാട് എൻകറേജ് ചെയ്തു. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ ചോറ് വെന്തോന്നും അറിയാൻ ഒരു പിതുക്കി നോക്കിയാൽ മതി. അയാൾ ഫസ്റ്റ് സീൻ അഭിനയിക്കുന്നത് എന്താ പറയുക, ശോഭനയും ഞാനും കൂടെ ഉള്ള ഒരു നൈറ്റ് സീൻ. മഴയത്ത് പുള്ളി വന്നിട്ട് ഹൈ മോളെ അമ്മ എന്ത് ചെയ്യേ എന്നാണ് ചോദിക്കുന്ന സീനുണ്ട്. ആ സീൻ എടുക്കുന്നുണ്ട് ശോഭനയുടെ എൻ്റെ കാലിലൊക്കെ തൊട്ട് വേണ്ടി. ഞാൻ പറഞ്ഞു അയ്യോ നിങ്ങളൊരു ഗ്രേറ്റ് ആൾ. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ആഡിന് 5 കോടി രൂപ വാങ്ങിക്കുന്ന ആളാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ ലംബോർഗിനി അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉള്ള സ്വന്തമായിട്ടാണ്. പക്ഷെ വളരെ സിമ്പിൾ, സോ സ്വീറ്റ്, നല്ല വോയിസുമാണ്.
ഷാരൂഖ് ഖാൻ വെച്ചുള്ള ആഡൊക്കെ ഇല്ലേ, ദുബായ് ആഡ് മറ്റേ അത് ഒരു 800ഓളം ആഡ് ചെയ്തിട്ടുണ്ട് പുള്ളി. എല്ലാം ന്യൂസിലൻഡ് അവസ്ഥയും നല്ല ആക്ടറാണ് പുള്ളി. പണ്ട് അഭിനയിക്കാൻ വന്ന ആളാണ്. അതിൻ്റെ അവസരം കിട്ടാഞ്ഞിട്ട് VKPയുടെ കമ്പനിയിൽ ആഡ് കമ്പനിയിൽ നിന്ന് അങ്ങനെയൊക്കെ വന്ന ഒരാളാണ്. പക്ഷേ വെരി ഗുഡ് ആക്ടർ. നമ്മൾ ഫസ്റ്റ് സീൻ കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു റൗണ്ട് അടിക്കും. ഇവിടെയുള്ള സോക്കാളുടെ ഏതെങ്കിലും ഒരു നടനെ വിഗ് വെച്ച് ഇറക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു. നിങ്ങൾ കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാൻ തോന്നി. നരം എന്നുള്ള പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവിടെ ഒരാൾ വന്നപ്പോഴത്തേക്കും പുള്ളി നല്ല കറുത്തിട്ട ഒരാളാണ്. പക്ഷേ ആളുടെ താടി മീശ മുടിയൊക്കെ നിരച്ചിട്ട് എടുത്ത ആളാണ്. അപ്പം സിദ്ദിഖ് അടുത്ത മോഹൻലാലിൻ്റെ വെച്ചു, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് പേരിടാം? മോഹൻലാൽ ഒറ്റയടിക്ക് പറഞ്ഞു നരൻ. മുമ്പ് കേട്ടിട്ടുണ്ട് അത്. ചെറിയ വേഷങ്ങളിലൊക്കെ അഭിനയിക്കും. പ്രകാശ് വർമ്മ. പക്ഷേ ആളുടെ ആള് ഇത്രയും വലിയ പൊസിഷനിലുള്ള ആൾ ഡൗൺ ടു എർത്ത്. ഈ പടത്തിന് 10-9 ദിവസം ഉണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ ആദ്യം എടുത്തത് ഇയാളാണ് ഈ റോൾ ചെയ്യുന്നത്, ജോർജ് സാറിൻ്റെ റോളെന്ന് പറഞ്ഞിട്ട് രഞ്ജിത്ത് തന്നെ കാണിച്ചത്. നമ്മൾ അസാധ്യമായിരിക്കുന്നില്ല, അഭിനയിക്കണമെന്നേ തോന്നില്ല. അതാണ് വേണ്ടത്. എന്താണ് അഭിനയം ചോദിച്ചാൽ അഭിനയിക്കണം തോന്നരുത്. ചിലരുണ്ടല്ല ഞെട്ടുന്ന സീനൊക്കെ നമുക്ക് മനസ്സിലാവും ആർട്ടിഫിഷ്യലാണ്. തമിഴിൽ അത് പറഞ്ഞ് ഡയറക്ടേഴ്സ് പറഞ്ഞ് ചെയ്യിക്കും. അവിടെ അത് ആവശ്യമുണ്ട്. അമ്മ അങ്ങനെയല്ല, അമ്മ കണ്ണ് പെരിശി ചേർക്ക്. ഓക്കെ അതാണ് അവിടെ ഓക്കെ വയ്ക്കുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണോ തമിഴ്? ഒരുപാട് മാറ്റങ്ങളുണ്ട്. ബെസ്റ്റ് സിനിമകളില്ല, റബ്ബർ പന്ത് മറ്റേത് മറിക്കുന്ന ഒരുപാട് നല്ല സിനിമകൾ തമിഴിൽ. ആ കാലം അങ്ങനെയായിരുന്നു. ഏതൊരു സിനിമയിലെ ജയറാം ഇത് ആക്ച്വലി അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. മലയാളത്തിൽ ഇങ്ങനെ അമ്മ എന്ന് പറഞ്ഞാൽ മതി, തമിഴിലാണെങ്കിൽ അമ്മ എന്ന് പറഞ്ഞ. അല്ല, ഞാനത് അഭിനയിക്കുന്നവരെ മാത്രം പറയല്ല, അവരുടെ കൾച്ചർ അങ്ങനെയാണ്. ഉദാഹരണം, ഒരു മരിച്ച വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണം, ഇവിടെയുള്ളവർ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അവിടെ നെഞ്ചിലിട്ട് അടിയും തറയിൽ കിടന്നുള്ളൂ. ഫുഡ് പോകുമ്പോൾ ഡാൻസ്, ചെണ്ടമേളം, ഓവറാണ് അവർ എല്ലാ കാര്യത്തിലും. ലൗഡാണ്. അതാണ്. ഈ മോഹൻലാലുമായിട്ട് വളരെ അടുപ്പമുണ്ട്. മോഹൻലാലുമായിട്ടുള്ള അടുപ്പം ഇങ്ങനെ ഓരോ മറുപടിയിലും അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മമ്മൂട്ടിയുമായിട്ടുള്ള ഒരു സൗഹൃദം എങ്ങനെയാണ്? സൗഹൃദമാണോ അതോ? എനിക്ക് തോന്നുന്നു മമ്മൂട്ടിക്ക് സിനിമയിൽ എന്താ പറയുക, ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ഒരു 3-4 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഞാൻ തന്നെയാണ്. മോഹൻലാലിനെക്കാളും ഞാൻ കൂടുതൽ വിളിക്കുന്നതൊക്കെ ചിലപ്പം മമ്മൂട്ടിയായിരിക്കും കാര്യങ്ങളൊക്കെ. പുള്ളി ഒരു ജ്യേഷ്ഠനെ പോലെ നമ്മൾ ബഹുമാനിക്കുന്ന ആളാണ്. എപ്പോഴും ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു, പുള്ളിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കും. അനുഗ്രഹം വേണമെന്ന് പറയും. അതൊക്കെ ചെയ്യുന്ന എന്നെ ഞാൻ സോലായിരുന്നു കാണാൻ പോകുന്നു. ഞാൻ പുള്ളിയെ വീട്ടിൽ പോകും. എനിക്കിപ്പോഴും ഓർമ്മയാണ്, ഞാൻ ഒരു ദിവസം ഫോൺ ചെയ്യുമ്പോൾ നീ ഇവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ എറണാകുളത്തുണ്ട്. ഇന്ന് എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഷഷ്ടിയബ്ദ പൂർത്തിയാണ്, 60 വയസ്സ് തികയുന്ന ദിവസം. എന്നിട്ട് മക്കളും വരുമ്പോൾ ഞാൻ പറഞ്ഞു അവരൊക്കെ ഓരോ സ്ഥലങ്ങളിലാണ്, ഞാനിവിടെ ഒറ്റയ്ക്ക്. ഇത് ഇവിടെ വാ, നമുക്കിവിടെ നിനക്ക് ഇഷ്ടമല്ലേ ചൈനീസ് ഫുഡ്, നമുക്ക് ടാജിൽ എവിടെയെങ്കിലും പോയി കഴിക്കാം. ഞാൻ പറഞ്ഞാൽ 2 സ്മോളൊക്കെ അടിക്കുന്നത്. ഇവിടെ അതൊന്നുമില്ല. ഞാൻ പറഞ്ഞു അവിടെ അതില്ലെങ്കിൽ വേണ്ട, ഞാൻ 2 എണ്ണം കഴിച്ചിട്ട് വരാം, നിങ്ങളുടെ വീട്ടിലുള്ളത് മതി. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് അദ്ദേഹവും വൈഫ് ഞങ്ങൾ 3 പേരും മാത്രം ഭക്ഷണം കഴിച്ച് അതിൻ്റെ ഫോട്ടോ എൻ്റെ അടുത്ത് കടയുണ്ട്. അതാണ് ഷഷ്ടി പൂർത്തി. ഇപ്പോൾ സപ്തതി ചേർന്നപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ വൈഫ് മാത്രമേ ഉള്ളൂ, ബാക്കി മക്കളൊന്നുമില്ല, നിങ്ങളുമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, പക്ഷേ ഞങ്ങൾ തമ്മിൽ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സുഹൃത്ത് ഉണ്ടെന്നുള്ളൂ. ഞാൻ അവിടെ പോയാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവും, കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും സുഹൃത്ബന്ധം വേറെ ആരെങ്കിലും ആയിട്ടുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. കാര്യം നിരന്തരം വിളിക്കുന്നത്, എല്ലാവരും തിരക്കുകളിലും കാര്യങ്ങളിലും വിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അസുഖത്തെ പറ്റി പറഞ്ഞു. ക്യാൻസർ സർവൈവർ ആണ് താങ്കൾ. എങ്ങനെയാ അസുഖം അതാണെന്ന് എങ്ങനെ തിരിച്ചറിയുന്നത്? എങ്ങനെയാണ്? എനിക്ക് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചെവിക്കകത്ത് ആണി അടിച്ചാൽ ഒരു വേദന, ഇവിടെ ഒരു റേഡിയേഷൻ്റെ ഒരു പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ENT ഡോക്ടേഴ്സിനെ കാണിച്ചാൽ ചെവിയിൽ മരുന്ന് ഒഴിച്ചാൽ മതി, ഈ ഗുളിക പിഴിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മാറിയില്ല. ഈ ഷൂട്ടിംഗ് നടന്ന സമയത്തൊക്കെ എനിക്കിങ്ങനെ ചെവി വേദനയുണ്ട്, തുടരുന്ന സമയത്തും. എന്നിട്ട് രാത്രിയൊക്കെ ഞാൻ വന്ന് ഇങ്ങനെ ഇരിക്കും, നേരം വെളുത്ത ഒരു ചായ കുടിക്കായിരുന്നു, ഇങ്ങനെ വേദന സഹിക്കാൻ വയ്യാന്ന്. ചെവിയിൽ ഇങ്ങനെ ആണി അടിച്ചതുമാതിരി ഒരു വേദന, അതിൻ്റെ റേഡിയേഷൻ പരിപാടി. കാരണം ക്യാൻസറിന് ഒരിക്കലും പെയിൻ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാകത്തില്ല. അതൊരു നല്ല സിംറ്റം ദൈവം കാണിച്ചു തന്നതാണ്. അങ്ങനെ ഇവിടെ വന്ന് വേറൊരു ENT കൊട്ടിയത്തുള്ളൊരു ഫേമസ് ഡോക്ടറെ കാണിച്ചു. പുള്ളി ഫോട്ടോയൊക്കെ എടുത്ത് എക്സ്റേ എടുത്തപ്പോൾ ഇവിടെ ഒരു ഞരമ്പുണ്ടെന്ന്, പല്ലിനിടെ ബ്ലോക്കാണ്, സി എ ഡെൻറ്റിസ്റ്റ്. എനിക്ക് നേരത്തെ പുള്ളി നോക്കുന്നൊരു വർത്തമാനം കൂടെ പറഞ്ഞു. പക്ഷേ ഈ ചെവി വേദന ഉണ്ടല്ലോ, ദാറ്റ്സ് വെരി ബാഡ് സൈൻ. ചിരിച്ചോണ്ട് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഡെൻറ്റിസ്റ്റിനെ കണ്ടപ്പം ശരിയാണ്, ഇങ്ങനെ ഞരമ്പുണ്ട്. അപ്പോൾ അന്ന് 35 വർഷം മുമ്പ് 2 സ്റ്റീൽ പല്ല വെച്ച്, അന്ന് സെറാമിക്കില്ല, അത് ഇളക്കി കളഞ്ഞിരുന്ന് വെച്ചപ്പോൾ വേദന മാറി. പിറ്റേന്ന് വൈകുന്നേരമായപ്പോൾ വീണ്ടും തുടങ്ങി വേദന, എനിക്ക് സഹിക്കാൻ വയ്യ. അങ്ങനെ ഇവിടെ വന്ന് പിന്നെ MRI എടുത്തപ്പോഴാണ് ഇത് തൊണ്ടയിൽ നാക്കിൻ്റെ അങ്ങേ അറ്റത്ത് ടോൺസിലൈറ്റിസിൻ്റെ താഴെ. അപ്പോൾ ഇവിടെ ഒരു ഓപ്പറേഷൻ, ഒരു 20 സ്റ്റിച്ച് ഉണ്ട് ഇവിടെ. അത് ഈ വരയിലായതുകൊണ്ട് കാണുന്നില്ല. അപ്പോൾ അതും എടുത്ത് പിന്നെ ഒരു 30 റേഡിയേഷൻ,
അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാലങ്ങളാണ്. പിന്നെ 5 കീമോ അതോടെ മാറി. പിന്നെ മരുന്നൊന്നുമില്ല. പിന്നെ ഞാൻ എന്താ പറയുക, ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എരിവ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും റിക്കവർ ചെയ്ത് റെഡിയായിട്ട് നിൽക്കുകയാണ്. ക്യാൻസർ ഒന്നും വെച്ച് പേടിച്ച് പിന്മാറിയിട്ട് കാര്യമില്ല. ഇത്രയും ചാൻസിൽ പോയി ചാവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ട് ഞാൻ പിടിച്ച് നിന്നില്ലേ. അതുപോലെ ഇത് ഫൈറ്റ് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് എനിക്ക് അറിവേണ്ട ലിസി എന്നെ വിളിച്ച് പറയുന്നത്, രാജചേട്ടൻ ഒരു പോരാളിയാണ്, യു ആർ എ ഫൈറ്റർ, ഈ രോഗം വന്നതൊന്നും കണക്കാക്കണ്ട, അതിന് ഫൈറ്റ് ചെയ്യണം. മമ്മൂട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഫൈറ്റ് ചെയ്യണടാ, നീ ഫൈറ്റ് ചെയ്യണം. ഞാൻ അങ്ങേർക്ക് അസുഖം വന്നപ്പോഴും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഫൈറ്റ് ചെയ്യണം, നിങ്ങളാണ് നമ്മുടെയൊക്കെ ഒരു ധൈര്യം, ഫൈറ്റ് ചെയ്യണം. നമ്മൾ പേടിച്ച് വീട്ടിൽ പുതച്ച് കിടന്നാൽ അതവിടെ തീർന്നതാണ്. നമ്മൾ പഴയതിനേക്കാൾ ആക്റ്റീവ് പോവുക. ചിലർക്ക് അസുഖം വന്നത് വെളിയിൽ പറയാൻ മടിയും ഒക്കെ ആയിരിക്കും. ഞാൻ കല്യാണ പന്തലിൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു രസികനായ ഒരു അമ്മാവൻ, കുറച്ച് വിവരക്കുറവുണ്ട്. ഇത്രയും ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ എടുപ്പോൾ കൈ കഴിയുമ്പോൾ അയാൾ ആൾക്കൂട്ടത്തിടുന്നു എത്തി വലിഞ്ഞ് ഉറക്കം ചോദിച്ചു, ഷുഗർ അടിച്ചല്ലേ അങ്ങ് ഓഞ്ഞു പോയല്ലോ. ഞാൻ പറഞ്ഞു ഷുഗർ അല്ല, അങ്ങനെ ആളെ കൊച്ചാക്കരുത്, ക്യാൻസർ പേഷ്യൻറ്റ്. ആൾക്കാരൊന്ന് കിടുങ്ങി പോയിട്ട് എൻ്റെ മറുപടിയായിട്ട് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഇന്നലെ ഒരാൾ വന്നിട്ട് അങ്ങനെ ഇന്നലെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ച് വൈകുന്നേരം, രാജു വല്ലാതെ അങ്ങ് വാർന്നു പോയില്ല, എന്ത് പറ്റി? നമ്മൾ സുഖമല്ല, എന്താ സുഖം? നമ്മൾ ക്യാൻസർ ആയിരുന്നു, എനിക്ക് ക്യാൻസർ ആയിരുന്നു. അല്ല അതങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റും. ഞാൻ എനിക്ക് ക്യാൻസർ ആണെന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് പറയണം. ഇതൊക്കെ സത്യങ്ങളല്ലേ. അതിലൊന്നും ഇന്നത്തെ കാലത്ത് അതിലൊന്നും ഭയന്നിട്ട് കാര്യമില്ല. എല്ലാ കാര്യത്തിനും ലേറ്റസ്റ്റ് മെഡിസിൻസ് ഉണ്ട്, നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ അമ്മയ്ക്കൊക്കെ ക്യാൻസർ വന്നപ്പോഴത്തേക്കും ക്യാൻസർ വന്നാൽ മരിച്ചത് വയറ്റിലായിരുന്നു. അപ്പോഴത്തേക്ക് മരുന്ന് ആയുർവേദ അരിഷ്ടവും ഗുളികയൊക്കെയാണ് കൊടുത്തത് സംഭവം. ഇന്നത്തെ മാതിരിയുള്ള ഈ സംഭവങ്ങളൊന്നും അന്നൊന്നും ഇല്ല. ഇപ്പം എല്ലാം ഞാനിട്ട് വേണ്ട മനസ്സിലായത് ഇവിടെ RCC വൺ ഓഫ് ദ ബെസ്റ്റ് അവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ഹോസ്പിറ്റലൊക്കെ കാര്യമുണ്ട്. അതുകൊണ്ട് ഇത് വന്ന ഒരാൾ പേടിക്കേണ്ട കാര്യമില്ല. കൂടുതൽ ധൈര്യത്തോടുകൂടി ലൈഫിൻ്റെ ഫേസ് ചെയ്യുക, നമ്മുടെ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുക. അസുഖം ഉണ്ടെന്നുള്ള വിചാരം ആദ്യം മാറ്റി വയ്ക്കുക. ഞാൻ നോർമൽ, ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, അത് നാക്കിൻ്റെ ഒരു കുഴപ്പം, എല്ലാവർക്കും നല്ല ഫുഡ് കൊടുക്കും, നന്നായിട്ട് ഫുഡ് എൻജോയ് ചെയ്ത് കഴിച്ചാണ്. അപ്പോൾ ദൈവം തന്നതിന് ശേഷം നീ കുറച്ച് ആൾ കഞ്ഞി കുടിച്ച് കഴിയിടാമോ, അങ്ങനെ എടുക്കത്തുള്ളൂ. ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്നതാണ്. അത്രയേ ഉള്ളൂ സംഭവം. ഇത് വന്നപ്പോൾ ആരെങ്കിലും പറഞ്ഞു ഇത് വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കാം പറഞ്ഞ പോലെ അരിഷ്ടോ? ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു. അതല്ല, എനിക്ക് മക്കളാണ് കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പോൾ ഒരു ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച ആളാണ് ഡോക്ടർ. അദ്ദേഹം വാതിൽ തോന്നി. ഞാൻ പറഞ്ഞു ഡോക്ടർ റിസൾട്ട് വന്നു ക്യാൻസറാണ് കേട്ടോ, ഒറ്റയടിക്കാൻ പറയാം. ഞാൻ സൈഡിൽ നിന്ന് ചെവിരിലൊന്ന് പിടിച്ചാൽ ഞാൻ താഴെ വീണു വരും പേടിച്ചിട്ട്. ഞാൻ തീർന്നു എന്നല്ലേ നമ്മൾ വിചാരിച്ച സംഭവം. ഒരു നിമിഷം ഞാൻ പേടിച്ച്. ശരി ഭയങ്കരമായിട്ട്. അപ്പോഴത്തേക്കും നിങ്ങൾ പറഞ്ഞാലും ഓരോരുത്തരായി. ഇതിനൊരു ഫുഡ് ഇതുണ്ട് കേട്ടോ, എന്താണ് ഫുഡ് പ്രോഡക്റ്റ്സ്, എന്താ ഒരു വാക്ക് പറയുമല്ലോ, ഡയറ്ററി മറ്റേതാണ് മറിച്ചാണ്, അത് കഴിച്ചാൽ മതി. ഇവിടെ ഒരു വൈദ്യനുണ്ട്, ശ്രീനിവാസനൊക്കെ അങ്ങനെ ഒരുപാട് വൈദ്യനടുത്ത് പോയാൽ. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്, പലരും വരും രാജു എണ്ണ മറ്റേ മരുന്ന് പൊടി മഞ്ഞപ്പൊടി എന്നൊക്കെ ഉണ്ട്, ഒന്നും കഴിക്കരുത്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തീർന്നു, ഈ 30 റേഡിയേഷൻ ചെയ്തുള്ളൂ, അല്ലാതെ ഇതിന് സബ്സിഡറി മറ്റേ പരിപാടികളൊന്നുമില്ല. ഹെൽത്ത് നോക്കുക, എക്സസൈസ്. ഞാൻ അതിനുശേഷം ജിമ്മിൽ ചേർന്നു, മുമ്പില്ലാത്ത ആളാണ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ എന്താ പറയുക വർക്കില്ലാത്ത 10 തൊട്ട് 12 ട്രിവാൻഡ്രം ക്ലബ്ബ് ജിമ്മിൽ പോകും. അത് നമുക്കൊരു ആർണോട്ട് ആകാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ഒരു ഉന്മേഷം, ഒരു എൻജോയ്മെൻറ്റ്, സന്തോഷം, കാര്യങ്ങളൊക്കെയാണ്. എല്ലാ സിനിമയും ഞാൻ വന്ന ഫസ്റ്റ് ഡേ എല്ലാ സിനിമയും കാണും. തിയേറ്ററിൽ പോയേ കാണത്തില്ല, അതാണ് രസം. എല്ലാം തിയേറ്ററിൽ പോയി കാണുമ്പോഴാണ്. മോശം എന്ന് പറഞ്ഞ പടങ്ങൾ പോകത്തില്ല, നല്ല പടങ്ങൾ എല്ലാം വന്ന് എല്ലാം പോയി കാണും. പിന്നെ ഇല്ലാത്ത മറ്റ് ഭാഷകളിലുള്ള പടങ്ങൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഫ്രീ ആണ്. അപ്പോൾ എല്ലാ ദിവസവും ഒരു സിനിമ, ചിലപ്പോൾ നല്ല ആസാമീസ് പടം കാണും. ഇപ്പോൾ സബ് ടൈറ്റിലുണ്ട്, നമുക്ക് ലാംഗ്വേജും പ്രോബ്ലം ഇല്ല, അങ്ങനെ കാണും. മകനിപ്പം ഇതിൽ അഭിനയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഫൈനൽസിൽ പുള്ളിയായിരുന്നു നായകൻ. ഇപ്പോൾ കൃഷാന്ത് ഡയറക്റ്റ് ചെയ്യുന്ന മസ്തിഷ്ക മരണം, സൈമൺസ് മെമ്മറീസ് എന്നിട്ട് അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു എറണാകുളത്ത്. ഞാൻ മോഹൻലാൽ പ്രശാന്ത് ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. മോഹൻലാലിൻ്റെ അടുത്ത് നിന്ന് കഥ പറഞ്ഞു പ്രശാന്ത്. പുള്ളിയുടെ ചിന്തയൊക്കെ വേറൊരു ഫ്ലൈറ്റാണ്, പുള്ളി നമ്മൾ പോകുന്ന ഫ്ലൈറ്റേ അല്ല ഈ പ്രശാന്ത്. അപ്പോൾ അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയപ്പോൾ എൻ്റെ കഥയിലെ കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് ആലോചിച്ചിട്ട് ഡേറ്റൊക്കെ കറക്റ്റായിട്ട് പറയാമെന്നാണ്. അത് പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മുടെ ഇനിയുള്ള കാലത്ത് സ്ക്രിപ്റ്റ് പക്കാവുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ചെയ്ത പടമാണ് തുടരും. എത്രയോ വർഷത്തെ കഷ്ടപ്പാടും. തുടരും ഇത്രയും തടസ്സങ്ങൾ വരാൻ എന്താ കാരണം? 10 വർഷം എടുത്തു എന്ന് പറഞ്ഞു.
അല്ല ഇടയ്ക്ക് ഓരോ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അത് ഒന്ന് രഞ്ജിത്തിന് ഹാപ്പി ആവില്ല. ഒറിജിനൽ കഥാകൃത്ത് കൊണ്ടുവന്നതിനകത്ത് നിന്ന് കുറച്ച് മാറ്റങ്ങൾ വേണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും നോക്കി അവസാനം തരുൺമൂർത്തിയിലെത്തിയപ്പോഴാണ് അത് എല്ലാം ബ്ലെൻഡായത്. കറക്റ്റ് ബ്ലെൻഡ്, അതാണ് കറക്റ്റ് വേർഡ്. അങ്ങനെ എല്ലാം ശരിയായി. തരുൺമൂർത്തി അത് ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് ഒരു സ്ക്രിപ്റ്റ് കിട്ടുന്നിട്ട് ചാടി പിടിച്ച് എടുത്തു കഴിഞ്ഞാൽ അത് കുഴപ്പമായിട്ട്. മോഹൻലാലിനെ ആദ്യമായിട്ട് അഭിനയിപ്പിച്ച താങ്കളാണ്, അതേപോലെ പൃഥ്വിരാജിനെ കണ്ടെത്തുന്നത് തന്നെ താങ്കളാണ്. അതെങ്ങനെയാണ്? അത് ഞാൻ ട്രിവാൻഡ്രത്ത് ഹെയർ കട്ടിന് പോയിരുന്നു ഒരു ദിവസം. എന്നുവെച്ചാൽ ഇനി എൻ്റെ കെട്ടിയാനല്ല ഞാൻ. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഒരു പയ്യൻ വരുന്നു. നോക്കുമ്പോൾ എന്നെ മനസ്സിലായത് ഞാൻ ഇന്നരാണ് സുകുമാരൻ്റെയും പറ്റി. ഞാൻ പറഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ട് വന്ന കുട്ടിയല്ലേ, എവിടെയാണ് ഇപ്പം? ഞാൻ ഓസ്ട്രേലിയയിലാണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞത് എനിക്കറിയാം. ഓസ്ട്രേലിയയിലേക്ക് പൈസ അയക്കാൻ മല്ലിയും ഞാനൊക്കെ ഒന്നിച്ച് പഠിച്ചത്. അങ്ങനെ നാഗർകോവിലിൽ പോയിട്ട് അങ്ങനെ പൈസ അയക്കുന്നതൊക്കെ കഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ വൈകുന്നേരം അപ്പോൾ രഞ്ജിത്ത് തന്നെ വിളിച്ചു, ഡയറക്ടർ രഞ്ജിത്ത്. ഞാനൊരു പുതിയ പടം എടുക്കുന്നുണ്ട്, അപ്പോൾ അതിനകത്തൊരു നല്ല ഹാൻസം ബോയാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഒരാളെ കണ്ടു, നല്ല കൊച്ചു ഹെർക്കുലീസിൻ്റെ കൂട്ടിരിക്കും, നല്ലൊരാൾ. ആരാണ്? ഞാൻ ഇന്നേരാണ്, ഒന്ന് വരാൻ പറയുന്നിട്ട് ഞാൻ മല്ലിയെ വിളിച്ച് പറയുന്നു. പുള്ളി ട്രെയിനിൽ അവിടെ ചെല്ലുന്നു. വൈകുന്നേരം എന്നെ രഞ്ജിത്ത് വിളിക്കുന്നു. താങ്ക് യു രാജു, താങ്ക് യു സോ മച്ച്. എന്താണ് ഇതാണ് കറക്റ്റ് എൻ്റെ പടത്തിൽ. അതാണ് നന്ദനം. അങ്ങനെയാണ് പൃഥ്വിരാജ് നന്ദനത്തിൽ വരുന്നത്. പൃഥ്വിരാജ് എൻ്റെ 2 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത് 2 പടവും നന്നായിട്ട്. ഒന്ന് അനന്തഭദ്രവും, പിന്നെ ഒന്ന് പാവാടയും. പുള്ളി ഒരു ഡൗൺ ടു എർത്ത് ക്യാരക്ടർ കൊണ്ടുവരുന്ന ഒരാളായിട്ടായിരുന്നു. അതുപോലെ റഹ്മാന്റെ സിനിമ അത് പത്മരാജൻ ചേട്ടനും ഞാനും എല്ലാവരും കൂടെ അന്ന് പോകുന്ന ട്രെയിനിൽ നമ്മൾ പോയി കോയമ്പത്തൂർ ഇറങ്ങിയിട്ട് ബൈ റോഡാണ് ഊട്ടി പോകുന്നത്. അപ്പോൾ പത്മരാജൻ ചേട്ടനുണ്ട്, ഒരു പയ്യനുണ്ട്, ആ പയ്യൻ്റെ ഒരു ചേട്ടനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം പത്മരാജൻ ചേട്ടൻ ഞാനായിട്ട് ഇങ്ങനെ ഞാൻ കൂടെ അവിടെ സമയത്ത് തന്നെ കൂടെ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ, രാജു ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. ഞാൻ ട്രെയിനിൽ വെച്ച് ഈ പയ്യനാണ് ഇതിനകത്ത് ഈ റോൾ അഭിനയിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ഞാൻ മുറിക്കുന്ന സ്ക്രിപ്റ്റ് വായിച്ച് എല്ലാം വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പത്മനാഭൻ ചേട്ടൻ ഒരു കാര്യം പറയണ്ട, സ്ക്രിപ്റ്റ് വായിച്ചു ഔട്ട്സ്റ്റാൻഡിങ് ആണ്. വലിയ കാര്യത്തിന് അപ്സെറ്റ് ആവുന്ന ആളാണ് പത്മനാഭൻ ചേട്ടൻ. ഞാൻ പറഞ്ഞു ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു, സ്ക്രിപ്റ്റ് ഗംഭീരം. അല്ലെങ്കിൽ ഇല്ല, നമ്മൾ കലക്ക് ഗംഭീരമുണ്ട്. പക്ഷേ ആ പയ്യൻ മിസ്കാസ്റ്റാണ്. അപ്പോൾ തന്നെ പുള്ളിയുടെ മുഖം മാറി. ഞാൻ പറഞ്ഞ ആ പയ്യൻ സുഹാസിനിയുടെ കൂടെ നടന്നാൽ മമ്മൂട്ടിക്ക് ഒരു ഡൗട്ടും തോന്നുന്നില്ല. അത്യാവശ്യം എന്തെങ്കിലും ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പയ്യനാണെങ്കിലേ ആ ഒരു പൊസസീവ്നെസ് വർക്ക് ചെയ്യുള്ളൂ. പുള്ളി പല്ലി കടിച്ചോണ്ടിങ്ങനെ. അപ്പോൾ വിചാരിച്ചു എൻ്റെ റോളും പോയെന്ന് ഞാൻ വിചാരിച്ചു. 2 പേർക്ക് ഒന്നിച്ച് പോകാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ച് പുള്ളി റിസൾട്ട് എത്തിക്കാനായിട്ട് വിളിയിപ്പോയി. ഞാൻ എണീറ്റ് മുറിയിപ്പോയി. ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു. നാളെ രാവിലെ വിടും. പെട്ടെന്ന് ദേഷ്യം വരും, ഇത് സഹിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ രാത്രി കിടന്നുറങ്ങി. അപ്പോൾ എൻ്റെ വീട്ടിൽ പറയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് പറ്റില്ല. പിറ്റേന്ന് രാവിലെ പത്മനാഭൻ ചേട്ടൻ എൻ്റെ മുറിയിൽ വന്നു ഒരു 5-6 ഫോട്ടോ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു ഇതിനകത്തുനിന്ന് ഒരു പയ്യനെ ഞാൻ വിളിച്ചിട്ടുണ്ട്, അവൻ്റെ അച്ഛൻ അയച്ച ലെറ്ററാണ് ഇത് ഫോട്ടോ. ഈ ഫോട്ടോ കണ്ടിട്ട് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനകത്തൊന്നും കാര്യമായിട്ട് ഇഷ്ടപ്പെടില്ല. എന്നാൽ ഈ പയ്യൻ എങ്ങനെയുണ്ട്? ഈ പയ്യൻ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അവൻ്റെ പരീക്ഷയായിരുന്നു, സ്കൂൾ അടച്ചത്. ഇതിൻ്റെ ഓപ്പോസിറ്റിൽ നമ്മൾ താമസിക്കുന്ന ഒരു ഹോട്ടലുണ്ട്, എൻ്റെ പേരൊന്നും പറഞ്ഞത് റെക്സ് സ്കൂളുണ്ട്. അവിടെ പഠിക്കുന്ന ഒരു പയ്യൻ വരും. ഇപ്പം രാജു ഒന്ന് നോക്കും. അപ്പോൾ ഞാൻ നോക്കും, ഒരു ജീൻസ്, നീല ജീൻസ്, ഒരു ചുവന്ന ബനിയന്മാരി ഇട്ട് ഇങ്ങനെ ഒരു പയ്യൻ അന്ന് വെളിയിൽ നിൽക്കുന്നു. ഇവൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. നമ്മൾ ഇവൻ കൂടെ നടന്നാൽ മമ്മൂട്ടി സംശയിക്കും. അത്യാവശ്യത്തിന് മീശയും താടിയും പുതുച്ചപ്പൂടെയൊക്കെ ഉണ്ട്, ഇവ കറക്റ്റാണെന്ന് പറയും. അങ്ങനെ അവനെ കാസ്റ്റ് ചെയ്തു. അവൻ്റെ പേര് വേറൊന്നാണ്, റഹ്മാൻ. അച്ഛൻ്റെ പേരാണ് റഹ്മാൻ. അങ്ങനെയാണ് ആ പടത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെ തുടങ്ങുന്നുള്ളൊരു പടത്തിന് ഒരു സോങ് എടുക്കുന്നുണ്ട്. റഹ്മാനും രോഹിണിയും കൂടെ അവിടെ ഡാൻസ് ചെയ്യുന്നു, ഞാനിവിടെ മേക്കപ്പ് ഇട്ടിരിക്കുന്നത്. അടുത്ത ഷോട്ട് കഴിഞ്ഞേ ഉള്ളൂ. അപ്പം ഡൽഹിയിൽ നിന്ന് പെൺകുട്ടികളുടെ സുന്ദരികളാണ്, ഡൽഹിയിൽ നിന്ന് വരുന്ന പെൺപിള്ളേരുടെ ഒരു ബസ് വന്ന് നിൽക്കുന്നു. അവർ പെണ്ണുങ്ങളൊക്കെ നോക്കുമ്പോൾ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് ഡാൻസ് മൂവ്മെൻറ്റൊക്കെ റഹ്മാനും രോഹിണി ചെയ്യുന്നുണ്ട്. അവർ ഹൗ സ്വീറ്റ്, ഹീ സോ നൈസ്, ഹീറോ വെരി ഹാൻസം. ഞാൻ മേക്കപ്പ് ഇട്ടിരിക്കുന്നുണ്ട്, ഇതിലുള്ള ആളാണെന്ന് മനസ്സിലായി. നോ, വാട്ട് ഈസ് ഹിസ് നെയിം? ഹീറോസ് നെയിം? നമ്മൾ ഹിസ് നെയിം മണിയമ്പിള്ള രാജു. ഹായ് മണിയമ്പിള്ള രാജു, ലവ് യു മണിയമ്പിള്ള രാജു, ലവ് യു ടാറ്റ എന്ന് പറഞ്ഞാൽ അന്തപ്പെടുമ്പം ഇതിൽ ഒരു പെണ്ണിന് എന്തോ ഒരു സിമ്പതി തോന്നി എൻ്റെ അടുത്ത്. വാട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ഈസ് റഹ്മാൻ. ഞാനിത് റഹ്മാൻ്റെ അടുത്ത് പറഞ്ഞു. റഹ്മാന് അത് മണിയമ്പിള്ള രാജു എന്ന് പറഞ്ഞതിൽ സങ്കടമില്ല.
ഞാൻ റഹ്മാൻ പറഞ്ഞത്, അതുകൊണ്ട് അയാളുടെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ല. അപ്പോൾ ഞാൻ കണക്ഷൻ പറഞ്ഞാണ്. നല്ല പെയിനായിട്ട്, നൈസ് ബോയ്, അന്നും ഇന്നും എപ്പോഴും. ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് സിനിമയിൽ. തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നത്തെ ഒരു പൊസിഷനിൽ എത്താൻ ഏറ്റവും സഹായിച്ചത് എന്താണ് താങ്കൾ? ഒരു ഫയർ ഉണ്ടായിരുന്നു, ആ ഫയറിലുപരി എന്താണ് ഒരു ഫാക്ടർ? അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത് ഇപ്പോൾ? അല്ല, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഒരുപാട് ഈ പറഞ്ഞ സ്ട്രഗിൾ ചെയ്തു. ഒരുപാട് സമയങ്ങളിൽ, ഒരു ദിവസങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചിടത്തെത്തി. എൻ്റെ ആഗ്രഹം അങ്ങനെ ഈ കോടിയിൽ വാങ്ങിയത് സൂപ്പർ സ്റ്റാർ ആവണമെന്നുള്ള ഒരു സ്വഭാവ നടൻ. ഇതിനകത്ത് 50 കൊല്ലം നിൽക്കാൻ പറ്റിയത് ഭാഗ്യമല്ലേ. എൻ്റെ കൂടെ അഭിനയിച്ചവരും അമ്മ തുടങ്ങിയതിന് ശേഷം തന്നെ 100-120 പേര് മരിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ സിനിമയിൽ വർക്ക് ചെയ്ത് തന്നെ 400ഓളം പേര് മരിച്ചു വരുന്നുണ്ട്, ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും. ഞാൻ ഒന്നുമില്ലെങ്കിലും ഈ പറഞ്ഞ ഒരു 50 കൊല്ലം പിടിച്ച് നിൽക്കാൻ പറ്റി. ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു, ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു. എത്ര ഡയറക്ടേഴ്സ്, എത്ര ലൊക്കേഷൻ, എത്ര രാജ്യങ്ങൾ, എല്ലാം ഇതിനകത്തൂടെ നടന്നില്ലേ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എനിക്ക് അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഈശ്വരൻ്റെ കാര്യം പറയണം. പിന്നെ എനിക്ക് ഒരു സിംഗിൾ ചായ തന്ന കുട്ടിയുടെ പോലും നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. അവരെല്ലാം ഇതുണ്ടല്ലോ, അങ്ങനെ ഒരാളായിട്ടൊരു പറയാൻ പറ്റത്തില്ല. ഈ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നുപോയ ആളായതുകൊണ്ട് ഇപ്പോൾ ഈ സിനിമ മോഹമായി നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ മുന്നിലുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? ഫൈറ്റ് ചെയ്യണം, അത്രേ പറ്റും. ഇപ്പം ഞാൻ പറയാം, ഞാൻ മുമ്പ് പറയാറുള്ള കുട്ടികളത്തൊക്കെ, നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു മാങ്ങ നിൽക്കുന്നു. നമ്മുടെ മനസ്സിലൊരു ആഗ്രഹവും സ്വപ്നം വേണം മാങ്ങ. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കല്ലെടുത്തെറിയും, അല്ലെങ്കിൽ തോട്ടിയിട്ട് പറിക്കും, അല്ലെങ്കിൽ മതിൽ കയറിയെന്ന് പറയും. ആഗ്രഹമുള്ളതുണ്ട്. ആഗ്രഹമില്ലാത്ത നടന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കും. ആഗ്രഹമുള്ളവൻ അത് കൈക്കലാകും. അപ്പം നമ്മുടെ മനസ്സിലൊരു അംബീഷൻ വേണം. അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടണം, അല്ലെങ്കിൽ അതിനുള്ള വഴികൾ കണ്ടെത്തണം. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ഈ നേരത്തെ നിങ്ങളുടെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു വിഷൻ ഉണ്ടല്ലോ, അതുണ്ട് എനിക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, ഒരു സഹജീവികളോടത്തുള്ള സ്നേഹവും പെരുമാറ്റവും മാത്രമാണ് എൻ്റെ അഭിനയം അല്ലാത്തത്. അത് എൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ് സംഭവം. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് നിങ്ങളുടെ ദേഷ്യം വരും, നിങ്ങൾ എന്താ അങ്ങനെ ചോദിച്ചാൽ അത് എന്ന് ചോദിക്കുന്നത് അതെൻ്റെ ജെന്യൂനായിട്ടുള്ളതാണ്. അല്ലാതെ നിങ്ങൾക്ക് എന്ത് പത്രക്കാർക്ക് തോന്നും, നിങ്ങളെ പേഴ്സണാലിറ്റി ഹർട്ട് ചെയ്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം, അങ്ങനൊരു ഇതില്ല. എൻ്റെ വൈഫ് പറയും സംസാരിക്കുമ്പോൾ ഒന്ന് ചേട്ടാ സൂക്ഷിച്ചു എന്തിനിങ്ങനെ എന്നൊക്കെ പറയുന്നത്. ഞാൻ അയ്യോ അതൊക്കെ ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞിട്ടില്ല, ഞാനില്ല. എന്താ പറയുക, ഡയറക്ഷന് വേണ്ട ഒരു കാര്യങ്ങളൊന്നും മെയിൻ ക്ഷമയാണ്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ മൈനസ് പോയിൻറ്റും എനിക്ക് കുറവുള്ളതും ക്ഷമയാണ് സംഭവം. ഞാൻ ഒരു ധൃതി വെപ്രാളത്തിൻ്റെയൊക്കെ ആളാണ്. ആകപ്പാടെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഇരുന്ന് ഇത്രയും നേരം. അതുപോലെ തിയേറ്ററിൽ സിനിമ കാണാൻ പോയാലും ഇരിക്കും. എന്നാലും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു പണ്ട് ഇവിടെ തിരുവനന്തപുരം ലോബി എന്ന് പറഞ്ഞൊരു ലോബി ഉണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതിനെ പറ്റി ഒന്ന് പറയാം. അങ്ങനെ ഒരു ലോബി ഉണ്ടായി? അങ്ങനെ ഒരു ലോബിയേ ഉണ്ടായില്ല, സത്യമേ അല്ല. വളരെ പ്രഗത്ഭരായ കലാകാരന്മാരെ ചുമ്മാ ഞാൻ 2 ഉദാഹരണം പറഞ്ഞു നിർത്താം. ഒന്ന് അതാണ് അങ്ങനെ കിരീടം എന്നുള്ള പടത്തിൽ സേതുമാധവൻ്റെ അച്ഛനായിട്ട് കറക്റ്റ് തിലകൻ ചേട്ടൻ തന്നെയാണ്. അതിനപ്പുറം ഒരു കാസ്റ്റിംഗ് ഇല്ല. അതേസമയം നമ്മുടെ മറ്റേ മോഹൻലാൽ കേരളമായിട്ടൊക്കെ വരുന്നില്ലേ, ഇവിടെ എടുത്തില്ലേ സിബി മലയൻ്റെ പടം, നല്ല നിറയെ പാട്ടുകളൊക്കെ ഉള്ള ഹിസൈനസ് അബ്ദുള്ളല്ലേ തമ്പുരാൻ്റെ വേഷം നെറുടി ഊണാണ് കറക്റ്റ്. ഞാനെടുത്ത ഈ പടം ഉണ്ടല്ലോ കണ്ണെഴുതി പൊട്ടുന്നുണ്ട്, അത് എൻ്റെ സുഹൃത്താണ്, ട്രിവാൻഡ്രമാണെന്ന് നെറുടി ഊണാൻ ഇടാൻ പറ്റില്ല. അത് തിലകൻ ചേട്ടൻ ചെയ്തേ പറ്റുള്ളൂ, നടേശ മുതലാളി അതേ പറ്റത്തുള്ളൂ. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ സുനെ, മോഹൻലാൽ ഞാനായിട്ട് 58ഓളം ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ ആ 58 ചിത്രങ്ങളിൽ ഒരു 55 ചിത്രങ്ങളെങ്കിലും 100 ദിവസമോ 75 ദിവസമോ 50 ദിവസം ഓടിയ ഷീൽഡിലുണ്ട്. ഇപ്പോൾ ഏത് പടത്തിനുണ്ട് ഷീൽഡ്, എത്ര ദിവസം ഓടുന്നുണ്ട്. ഇങ്ങനെ ഉള്ള എന്നും വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഉള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞാനും മോഹൻലാലും ഞാനോട്ടൊരു പടം അഭിനയിച്ചിട്ട് 10 കൊല്ലമായി. ഇപ്പോഴാണ് തുടരും ചെയ്യുന്നത്. തിരുവനന്തപുരം ലോബിയാണെങ്കിൽ പുള്ളി പറയാത്തെന്താണ്, പറയാത്തെന്താണ്. അല്ലെങ്കിൽ മമ്മൂട്ടിയായിട്ട് ഞാൻ അഭിനയിച്ചിട്ട് ഇപ്പോൾ ഒരു 3-4 കൊല്ലമായി. അവർ എന്നും വിളിക്കുന്ന ഫ്രണ്ടാണ്. അപ്പോൾ ലോബിങ് എന്നുള്ള സംഭവമില്ല. അവനവന് മാർക്കറ്റുണ്ടോ അവരെ വിളിക്കും. ഇപ്പോൾ എൻ്റെ അച്ഛൻ പടം എടുക്കണമെങ്കിൽ അച്ഛൻ പറയും, നീ ഞാൻ ഈ മോഹൻലാലിനെ വെച്ചൊരു പടം എടുക്കും, അതിൻ്റെ പൈസ കിട്ടിയ നിനക്കല്ലേ, നിനക്കത് വെച്ച് എന്തും ചെയ്യില്ല, അതുകൊണ്ട് നീ മാറിയില്ലേ, നീ അത്രത്തോളം ആയില്ലേ, മാറിയില്ലേ. അപ്പോൾ മാർക്കറ്റിങ്ങുകൾ ലോബിങ് എന്നുള്ള സംഭവമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് ഈ മട്ടാഞ്ചേരി അവിടെയൊക്കെ ഉള്ളവർക്ക് ഒരു ഗ്രൂപ്പുണ്ട്, കാര്യങ്ങളുണ്ട്, സംഭവമുണ്ട്. അത് അവർ സുഹൃത്തുക്കളൊക്കെ അവിടെ ഒന്നിച്ച് താമസിക്കുന്നവരായിരിക്കും, കഥ എഴുതുന്നവരും ക്യാമറമാന്മാരും ആക്ടേഴ്സൊക്കെ ആ ഒരു ഏരിയയിലുള്ളതുണ്ട്. അന്ന് ട്രിവാൻഡ്രത്ത് ഞാൻ പറഞ്ഞ ആദ്യത്തെ 3 ഹീറോസും ട്രിവാൻഡ്രം അല്ലേ, മധു സാറായാലും നസീർ സാറായാലും സത്യം മാസ്റ്ററായാലും ഇവിടെ നിന്നല്ലേ വരുന്നത്.
പിന്നെ മെരിലാൻഡ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. നിങ്ങളെല്ലാവരും ഉണ്ട്. ഞാനൊക്കെ ഈ പറഞ്ഞ പ്രിയൻ്റെ പടങ്ങളിലാണ് കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട്. 10-30 ഏറ്റവും കൂടുതൽ പടം റെക്കോർഡ് എനിക്ക് ജോഷി സാറായിട്ട് 38 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. ജോഷി സാർ എറണാകുളമാണ്. പിന്നെ കാസ്റ്റ് ജാതിയുടെ കാര്യം പറയും, എല്ലാവരും പറയും. MT വാസു എന്ന് പറയുന്ന ഒരാളാണ് മമ്മൂട്ടിയെ കൊണ്ടുവന്നത്, ഫാസിൽ എന്നുള്ള ഒരാളാണ് മോഹൻലാലിനെ കൊണ്ടുവന്നത്. അപ്പോൾ അത് പൊളിഞ്ഞില്ലേ? അതിലൊന്നും കാര്യമില്ല. ജാതി മതം ഒന്നും ഒരു പ്രശ്നമില്ല. ടാലൻ്റ് ഉള്ളവർ വിളിക്കും, അല്ലെങ്കിൽ പിന്നെ തീരെ ന്യൂസൻസ് ആയവരെ പുറന്തള്ളും.